തൃശൂർ അതിരപ്പള്ളിയിൽ ഇന്നും കാട്ടാന ആക്രമണം. പ്ലാന്റേഷൻ 10-ാം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിനകത്ത് ആന കയറി. കടുത്ത ഭീതിയിലാണ് ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളിയായ പോളിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത്. പിൻവാതിലൂടെയാണ് 2 ആനകൾ അകത്തു കയറിയത്. നാട്ടുകാരെത്തിയതോടെ മുൻവാതിൽ തകർത്ത് ആനകൾ പുറത്തേക്ക് പോവുകയായിരുന്നു. സംഭവ സമയത്ത് പോളിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. ഇന്നലെ തൊട്ടടുത്തുള്ള സത്യന്റെ വീടിന്റെ ഒരു ഭാഗവും ആനക്കൂട്ടം തകർത്തിരുന്നു. പ്രദേശത്ത് ഫെൻസിംഗ് കാര്യക്ഷമം അല്ലാത്തതിനാലാണ് ആനകൾ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഫ്രണ്ട് ഡോർ ആന ചവിട്ടിപ്പൊളിച്ച് അവന്റെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ, അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ. അപ്പം അതുകൊണ്ട് ആനയ്ക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ്. പിന്നെ 2 നേരം കമ്പി ഇടണം, എങ്കിലാണ് ഇച്ചിരി സുരക്ഷിതയുള്ളൂ. ആനയുടെ ശല്യം ഒരു ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരാണ്. അത് കുറേ അല്ല, കൂടി വരാണ്. ഒരു സമാധാനം ഇല്ല തൊഴിലാളികൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ക്വാർട്ടേഴ്സുകളിലാണ് ആന കയറി നശിപ്പിച്ചാണത്. 2 ദിവസം മുമ്പ് മലക്കപ്പാറ അരേക്കാപ്പ് ആദിവാസി നഗറിലെ വീടും കാട്ടാന തകർത്തിരുന്നു. ഊര് നിവാസി ബാലൻമണിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഷീറ്റ് മേഞ്ഞ വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗം പൂർണ്ണമായും ആന തകർത്തിരുന്നു. സംഭവ സമയത്ത് ബാലൻമണിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.